രാജസ്ഥാൻ റോയൽസും കിങ്സ് 11 പഞ്ചാബും തമ്മിലുള്ള മത്സരം ഏതൊരു സമയത്തും IPL എൽ ക്ലാസിക്കോ എന്ന് പറയുന്ന ഒരു പോരാട്ടമായിട്ടാണ് പല ആരാധകരും വിശേഷിക്കുന്നത്. എന്നാൽ ഈ ഒരു മത്സരത്തിൻ്റെ പ്രീ മാച്ച് അനാലിസിസുമായിട്ടാണ് വന്നിട്ടുള്ളത്. എൻ്റെ കൂടെ ഉള്ളത് ക്രിക്കറ്റിൻ്റെ കോച്ചായിട്ട് അജ്മൽ സാറാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാവുന്ന കിങ്സ് 11 പഞ്ചാബും രാജസ്ഥാനും തമ്മിലുള്ള മത്സരത്തിൻ്റെ പറ്റിയിട്ടാണ്. സാർ, രാജസ്ഥാൻ റോയൽസും കിങ്സ് 11 പഞ്ചാബും പല സമയത്തും IPL ഏറ്റുമുട്ടിയ സമയത്തെല്ലാം വളരെ മികച്ചൊരു മത്സരമാണ് ഉണ്ടായിട്ടുള്ളത്. പല സമയത്തും വളരെ വാശിയായിട്ടൊരു മത്സരമാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ രാജസ്ഥാൻ്റെയും കിങ്സ് 11 പഞ്ചാബിൻ്റെയും മത്സരത്തിലെ സാധ്യതകളെ കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളത്? പഞ്ചാബും രാജസ്ഥാൻ തമ്മിലുള്ള കളിയിൽ എനിക്കിപ്പോഴും ഓർമ്മ വരുന്നത് 2022 എൻ്റെ ഓർമ്മയിൽ സഞ്ജു സാംസൺ ആ ഒരു സെഞ്ചുറി അടിച്ച് അവസാനത്തെ ആ ഒരു ബോൾ 6 പ്രതീക്ഷ ബോൾ ക്യാച്ച് ആവുകയും ആ കളി നമ്മൾ തോൽക്കുകയും ചെയ്തു. പക്ഷെ അത് എപ്പോഴും ലോകത്തുള്ള എല്ലാ കാണികളും അത് ജയിച്ചു എന്ന് വിചാരിച്ച കളിയായിരുന്നു. പക്ഷെ ആ കളി എനിക്ക് ഇപ്പോഴും ഓർമ്മ വരും. പഞ്ചാബായിട്ടുള്ള കളിയിൽ എനിക്ക് ഇപ്പോഴും ഓർമ്മ വരുന്നത് ആ ഒരു കളിയാണ്. അപ്പം സാധ്യത ഉണ്ടോയെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ പഞ്ചാബിന് കുറച്ച് സ്ട്രോങ് ആണ്. കാരണം ശ്രേയസ് അയ്യർ എന്ന ഒരു ക്യാപ്റ്റൻ അത്യാവശ്യം നല്ല പെർഫോമൻസാണ് ഇപ്പം 3 കളിയായിട്ടും നല്ല കളി കാഴ്ചവെക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ് കളി ജയിക്കുന്ന ഒരു കാര്യത്തിൽ. എന്നാൽ രാജസ്ഥാൻ നമുക്ക് തീരെ നിസ്സാരാക്കാനും കഴിയില്ല. കാരണം സഞ്ജു സാംസൺ ഫിറ്റ്നസ് പാസ്സായി കീപ്പർ സ്ഥാനവും ക്യാപ്റ്റൻ സ്ഥാനവും നേടി വരികയാണ്. അപ്പോൾ നമ്മൾ നല്ലൊരു പോസിറ്റീവായിട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് സഞ്ജുവിൻ്റെ പെർഫോമൻസ്. സഞ്ജുവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ഇപ്പോഴും എല്ലാവരും ചോദ്യം ചെയ്യുന്നെങ്കിൽ പോലും സഞ്ജു ഇടവേളയിൽ ഒരു റെസ്റ്റ് എടുത്തുനിന്ന് കളിക്കുന്ന സമയത്ത് നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാറുണ്ട്. അപ്പം നാളത്തെ വരുന്ന കളിയിൽ നല്ല പെർഫോമൻസ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടാതെ നമുക്കൊരു ഓൾറൗണ്ടർ മികവ് ഇപ്പോഴും ഒരു ഓൾറൗണ്ടറിൻ്റെ കുറവുണ്ട്. കാരണം നമുക്ക് ആ ഒരു മാറ്റി നിർത്താം, അതായത് ഒരാളെ മാറ്റി ഒരു ഓൾറൗണ്ടർ കൊണ്ടുവന്ന് കളിപ്പിക്കുന്നത് ഇപ്പോഴും രാജസ്ഥാൻ കൺഫ്യൂഷനാണെന്ന്. അതാണ് പലരും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കിങ്സ് 11 പഞ്ചാബിൻ്റെ സ്ക്വാഡും രാജസ്ഥാൻ റോയൽസിൻ്റെ സ്ക്വാഡും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ രാജസ്ഥാൻ റോയൽസിന് ഒരു ബാക്കപ്പ് ഇല്ല. അതായത് ഒരു പ്ലെയർക്ക് പരിക്ക് പറ്റി കഴിഞ്ഞതിനോട് കവച്ചു വെക്കാൻ പോകുന്ന ബാക്കപ്പ് ഇല്ല. അതാണ് രണ്ട് ടീമുകളും തമ്മിലുള്ള ഏറെ വ്യത്യാസം. പിന്നെ വേറൊരു പോസിറ്റീവായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാജസ്ഥാൻ റോയൽസ് അവസാന കളി ജയിച്ചു. കിങ്സ് 11 പഞ്ചാബ് 2 മത്സരം വിജയിച്ചു. പിന്നെ സഞ്ജു സാംസൺ മടങ്ങി വരും. ഈ സഞ്ജു സാംസന്റെ മടങ്ങി വരവ് ഇപ്പം നമുക്കറിയാം. ആദ്യത്തെ 3 കളിയിൽ റിയം പരാഗ് ആയിരുന്നു. സഞ്ജു സാംസന് NCന്റെ ക്ലിയറൻസ് ലഭിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ റിയം പരാഗ് നയിച്ചു 2 മത്സരങ്ങൾ വിജയിച്ചു, ഒരു മത്സരം പരാജയപ്പെട്ടു. അപ്പോൾ സഞ്ജു ക്യാപ്റ്റനായി മടങ്ങി വരുമ്പോഴുള്ള ഒരു പോസിറ്റീവ് അല്ലേ? ആ സഞ്ജു വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ മാറ്റങ്ങൾ, ബോളിംഗ് ചേഞ്ചസ്, എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതാണ്? തീർച്ചയായിട്ടും സഞ്ജു വരുമ്പോൾ പ്രത്യേക ചേഞ്ചസ് തന്നെ ഉണ്ടാവും. നമ്മൾ കേരളീയർക്ക് എപ്പോഴും സഞ്ജു ക്യാപ്റ്റനാണെന്നാണ് ആഗ്രഹിക്കുന്നത്. റിയാൻ പരാഗ് നല്ലൊരു പ്ലെയർ തന്നെയാണ്. പക്ഷേ ക്യാപ്റ്റൻസി എന്ന രീതി നോക്കുമ്പോൾ നമുക്കറിയാം അതിൻ്റെതായ കുറച്ച് എക്സ്പീരിയൻസ് കുറവുണ്ട് റിയാൻ പരാഗിന്. അത് നമ്മൾ ആദ്യത്തെ 2 കളിയിൽ മനസ്സിലാക്കിയതാണ്. 3ാമത്തെ കളിയിലും അത് അറിയാമല്ലോ, ആ ടൈറ്റ് കളിയായിരുന്നു. അവസാനം ആ ഒരു ഓവറിൽ ധോണി ഔട്ടാവുകയും ഒരു ടൈറ്റ് കളിയായിരുന്നു. അപ്പോൾ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും 50-50 ചാൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ എന്നാലും ആ ഒരു ഭാഗ്യം രാജസ്ഥാന് കിട്ടിയെന്നുള്ളതാണ്. അതിൽ നമ്മൾ ബോളിംഗ് സൈഡ് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. മാത്രമല്ല ബാറ്റിംഗ് സൈഡ് തുടങ്ങുകയാണെങ്കിൽ റാന നല്ല മികച്ച പ്രകടനമാണ് കാണിച്ചത്. ആ ഒരു ബാറ്റിംഗ് നിലയിൽ ഏറ്റവും കൂടുതൽ കുറഞ്ഞ ബോൾ റൺസ് എടുത്തത് റാന തന്നെയാണ്. കാരണം ബാക്കിയുള്ള ബാറ്റ്സ്മാൻമാരെ കുറച്ച് സ്ട്രഗിൾ ചെയ്തു. ഈവൻ സഞ്ജു പോലും കുറച്ച് സ്ട്രഗിൾ ചെയ്തു. പിന്നെ നിർഭാഗ്യവശാൽ ഔട്ടാവുകയും ചെയ്തു. അതുപോലെ ബാക്കിയുള്ള പ്ലേയേഴ്സ് ജിറയിലാണെങ്കിലും ഓപ്പണിംഗ് ഇറങ്ങിയ ജയ്സ്വാൾ ആണെങ്കിലൊക്കെ നമുക്ക് വിചാരിച്ച റൺസ് കിട്ടിയിട്ടില്ല. പക്ഷെ അതിൽ ഏറ്റവും മികച്ച റാനയുടെ പ്രകടനം ഒരു അത്യാവശ്യം നല്ലൊരു സ്കോറിൽ എത്തിക്കാൻ കഴിഞ്ഞു. ഹെറ്റ്മേർ പോലും അത്യാവശ്യം കുറഞ്ഞ ബോൾ ബാറ്റിംഗ് റൺസ് എടുത്തായിരുന്നു. ബോളിങ്ങിലേക്ക് വരുമ്പോൾ നമുക്ക് മികച്ചതായിട്ട് പറയേണ്ടത് ആർച്ചറിനെ തന്നെയാണ്. നമ്മൾ 2 കളിയിലും വളരെ ദയനീയ പ്രകടനമായിരുന്നു ആർച്ചറിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നത്. പക്ഷേ ആർച്ചർ ഈ IPL തന്നെ ഫസ്റ്റ് ഇന്നിങ്സിലെല്ലാം മെയ്ഡിൻ വിക്കറ്റ് എടുത്ത ഒരു ബോളറാണ്. അത് നമ്മൾ പ്രശംസിച്ചേ പറ്റൂ. കാരണം അത്രയും പൈസ കൊടുത്താണ് ആർച്ചറിനെ നമ്മൾ രാജസ്ഥാൻ ടീം മാനേജ്മെന്റ് എടുത്തത്. അത് അവർക്കൊരു പോസിറ്റീവ് ആയിട്ടുള്ള സാധനമാണ്. അതുപോലെ തന്നെ ഓപ്പണിങ്ങിൻ്റെ ആ സ്പെല്ലും ഈ പ്രാവശ്യം മാറ്റം ഉണ്ടായിരുന്നു. ദേശ്പാണ്ഡെ ആയിരുന്നു എറിഞ്ഞത്. മുമ്പൊക്കെ തീക്ഷണയെ കൊണ്ട് എറിയിച്ച് കുറേ പരീക്ഷ നടത്തിയിട്ട് അതൊക്കെ ഫെയിലിയർ ആവുകയായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം അത് ഉണ്ടായില്ല. ബോളിംഗ് നല്ല രീതിയിൽ തന്നെയാണ് എറിഞ്ഞത്. അതേപോലെ നമ്മുടെ സ്പിന്നർ അസരങ്ക നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചു. അത് പറയാതിരിക്കാൻ പറ്റില്ല. പക്ഷെ അസരങ്കയുടെ ബാറ്റിംഗ് ഓർഡറെ കുറിച്ച് എനിക്ക് നേരത്തെ ഇറക്കേണ്ട എന്നുള്ള അഭിപ്രായമുണ്ട്. കാരണം ഹെറ്റ്മാനെ നേരത്തെ ഇറക്കുക, അസരങ്ക കുറച്ച് താഴെ ഇറക്കാൻ കുഴപ്പമില്ല. പൊതുവെ ആരാധകർ പറയുന്ന ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഹിറ്റ്മേറിനെ ഇത്ര കോടി മുടക്കിയിട്ട് നിലനിർത്തി, എന്നിട്ടും എന്തുകൊണ്ടാണ് ഹിറ്റ്മേറിനെ ഇത്രയും ബാക്കിലോട്ട് അസരങ്കനെ ഇറക്കണ ആ പൊസിഷനിലേക്കാണ് ഹിറ്റ്മേറെ ഇറക്കേണ്ടത്? അത് മാനേജ്മെന്റ് ഭാഗത്തു നിന്നും അത് ദ്രാവിഡിന്റെ ഭാഗത്തു നിന്നും വലിയ പോരായ്മ. വർഷങ്ങളായിട്ട് ക്രിക്കറ്റ് കളി കാണുന്നൊരു ഇതാണ്, അതൊരു കോച്ചിങ് പല മേഖലയും ചെയ്തിട്ടുള്ളതാണ്. അപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ അസരങ്ക
അല്ല, നമ്മുടെ എറ്റ്മേർ തന്നെയാണ് അവിടെ ആ പൊസിഷനിൽ വരേണ്ടത്. അസലങ്ക തൊട്ട് താഴത്ത് നിന്ന് ഇറക്കിയാൽ മതിയാവും. കാരണം എറ്റ്മേർ നിന്ന് കളിച്ചാൽ അത്യാവശ്യം നല്ല സ്കോറിലേക്ക് എത്തിക്കാൻ പറ്റിയൊരു പ്ലെയറാണ്. കാരണം അറിയാലോ, നമ്മൾ ജോസ് ബട്ട്ലറിനെ പോലും ടീമിൽ നിലനിർത്താതെ എടുത്ത ഒരു പ്ലെയറാണ് എറ്റ്മേർ. പഞ്ചാബ് വളരെ പ്രതിഭാശാലിയായ ടീമാണ്. വളരെ ബാക്കപ്പ് എല്ലാം ഉള്ള അടങ്ങിയ ടീമാണ്. അപ്പോൾ ഈ പഞ്ചാബ് ടീം നമ്മൾ രാജസ്ഥാനെ നേരിടാനുള്ളത്. അപ്പോൾ പഞ്ചാബ് ടീമിൽ ഈ അഞ്ചാമത് നടക്കുന്ന മത്സരത്തിൽ ഏറ്റവും നമ്മൾ ഭയക്കേണ്ട കളിക്കാരൊക്കെ ആയിരിക്കും? ഭയക്കേണ്ട മീൻസ് രാജസ്ഥാനെ സംബന്ധിച്ച് അങ്ങനെ ഭയന്ന് കളിക്കേണ്ട ഇല്ലെങ്കിൽ പോലും ശ്രദ്ധിക്കേണ്ട പ്ലേയേഴ്സ് എന്ന് വെച്ചാൽ ഒന്ന് ശ്രേയസ് അയ്യറാണ്. റീസെന്റ് ഫോമാണ് അദ്ദേഹം. അതിനുള്ള ശൈലി തന്നെ വളരെ പോസിറ്റീവാണ്. വളരെ ഫ്രീ ആയിട്ടാണ് കളിക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റോയിനസ്. ശ്രേയസ് അയ്യർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രേയസ് അയ്യറും ഋഷഭ് പന്ത് 27 കോടി, ഇദ്ദേഹം 26 കോടി. പക്ഷെ ആ പൈസക്കുള്ള കളി ശ്രേയസ് അയ്യർ കളിക്കുന്നത്. അതാണ് ശ്രേയസ് അയ്യറിന്റെ എക്സ്പീരിയൻസ്. അത് കറക്റ്റ് ആയിട്ട് ഭാവിയിൽ ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ ആവാനുള്ള സാധ്യത തീർച്ചയായും. അതാണ് പ്രഷറില്ലാതെ കളിക്കുക എന്നുള്ളത് വളരെ പോസിറ്റീവായ കാര്യമാണ്. അപ്പൊ അത് ശ്രേയസ് അയ്യർ കറക്റ്റായി കാണിക്കുന്നുണ്ട്. കൊൽക്കത്ത മാനേജ്മെന്റ് ചെയ്ത ഏറ്റവും വലിയ മണ്ഡലത്തിലാണ് ശ്രേയസ് അയ്യർ റിലീസ്. തീർച്ചയായും. പിന്നെ പന്തിന്റെ കേസ് പറയേണ്ട ആവശ്യമില്ല. നമുക്ക് അത്രയും എമൗണ്ട് ഞാൻ പന്തിന് പ്രതീക്ഷിച്ചല്ല. അതൊക്കെ ലക്നൗകാർക്ക് കുറച്ച് ബുദ്ധിമുട്ടായി ഫീൽ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. കഴിഞ്ഞ കളിയിൽ തന്നെ നമ്മൾ കണ്ടതാണ്. പിന്നെ പഞ്ചാബിലേക്ക് വീണ്ടും വരികയാണെങ്കിൽ നമുക്ക് സ്റ്റോയിനസും മാക്സ്വെല്ലും രണ്ടുപേരും നല്ല ഓൾറൗണ്ടേഴ്സ് ആണ്. അവർ ശ്രദ്ധിക്കണം. പിന്നെ ഈവൻ ജാൻസനെ നമ്മൾ ശ്രദ്ധിക്കേണ്ട. ചെഹൽ പിന്നെ ചെഹൽ കളിക്കുമ്പോൾ രാജസ്ഥാൻ റോയൽസിനെ കുറിച്ച് പോസിറ്റീവായ കാര്യമാണ്. കാരണം ചെഹലിന് മുമ്പ് അവരെ ഉള്ള ടീം പ്ലെയറും കൂടെയാണ്. അപ്പം അവർ കളിക്കാൻ പറ്റുന്ന ആൾക്കാർ നമ്മുടെ രാജസ്ഥാനിലുണ്ട്. ചെഹൽ എങ്ങനെയൊക്കെ എറിയും എന്നുള്ളൊരു ഐഡിയ രാജസ്ഥാൻ ഉള്ളതുകൊണ്ട് അതൊരു പ്രശ്നമില്ല. പിന്നെ എല്ലാവരും ഈ പ്രാവശ്യം നോക്കുന്നത് സഞ്ജുവിനെ ആയിരിക്കും. കാരണം സഞ്ജുവിൻ്റെ ആ ഒരു തുടക്കത്തിൽ ഇത് വളരെ നിർണായകമാണ്. വിക്കറ്റ് കാരണം സഞ്ജുവിൻ്റെ ആ ഒരു ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു 50 എബോവ് സഞ്ജു ഈ പ്രാവശ്യം എടുക്കും എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. കാരണം സഞ്ജു അത് എടുക്കും. കാരണം സഞ്ജു കഴിഞ്ഞ കളിയിൽ തന്നെ സഞ്ജുവിൻ്റെ ഒരു സ്ട്രഗ്ലിംഗ് സഞ്ജു ഫീൽ ചെയ്തു. പിന്നെ ഓപ്പോസിറ്റ് റാന നിൽക്കുന്നതുകൊണ്ട് തന്നെ സഞ്ജു കുറച്ച് ടെൻഷൻ ഇല്ലാതെ കളിച്ചു. പക്ഷെ എന്നാൽ പോലും സഞ്ജുവിന് ആ ഒരു മികവ് ഇതിലുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം പഞ്ചാബും രാജസ്ഥാനും തമ്മിലുള്ള മത്സരം സാറിന്റെ പ്രഡിക്ഷൻ ആര് ജയിക്കും? രാജസ്ഥാൻ ജയിക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. എത്ര ശതമാനം ചാൻസ്? ഒരു 75-25. ഓക്കെ. അപ്പം ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഈ വീഡിയോക്ക് താഴെ കമന്റായി രേഖപ്പെടുത്തൂ.